പ്രതികൂലതയിൽ വീണ്ടും തകർന്നടിഞ്ഞ് കോൺഗ്രസ്. ബീഹാറിൽ 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഒറ്റക്കയത്തിലേക്ക് ചുരുങ്ങുകയാണ്. ബി.ജെ.പിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിന്റെ മുനയൊടിക്കുന്നത് കൂടിയാണ് ബീഹാറിലെ ലീഡ് നില. സംഘടനാ ദൗർബല്യവും പ്രാദേശിക നേതൃത്വത്തിന്റെ അഭാവവും പരാജയത്തിന്റെ ആഴം കൂട്ടിയെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഏറ്റവും പ്രായം ചെന്ന പാർട്ടിയുടെ ശനിദശ തുടരുകയാണ്. ബീഹാറിലും കനത്ത പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബലാബലത്തിൽ കൂടുതൽ ശോഷിച്ചു. സീറ്റ് വിഭജനത്തിലടക്കം വലിയ വിട്ടുവീഴ്ച ചെയ്ത് RJDയുടെ പിന്നിൽ നിഴൽ പോലെ നിന്ന് മത്സരിച്ച കോൺഗ്രസിന് സ്വന്തം മുഖം നഷ്ടപ്പെടും വിധം പരാജയം രുചിക്കേണ്ടി വന്നു. 2015 മഹാസഖ്യത്തിന്റെ ഭാഗമായി 41 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 27 സീറ്റിലായിരുന്നു ജയിച്ചത്. 2000 വാശി പിടിച്ച് 70 സീറ്റിൽ മത്സരിച്ചു. ലഭിച്ചതാകട്ടെ 19 സീറ്റ്. ഇക്കുറി കുറിച്ച് വിട്ടുവീഴ്ച ചെയ്ത് 61 സീറ്റിലായിരുന്നു പോരാട്ടം. എന്നാൽ മുൻ വർഷത്തേക്കാൾ താഴേക്ക് പോയി. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആക്രമണം വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിന് പിഴച്ചത്. ബീഹാറിന്റെ തെരുവുകളിലൂടെ രാഹുൽ നടത്തിയ ജൻ അധികാർ യാത്രയിൽ കണ്ട ജനപങ്കാളിത്തത്തിന്റെ തിരയിളക്കമൊന്നും വോട്ടിംഗ് യന്ത്രത്തിൽ പ്രതിഫലിച്ചില്ല. RJD ഉൾപ്പെടെയുള്ള മഹാസഖ്യത്തിലെ മറ്റു പാർട്ടികളും ഏറ്റെടുക്കാതെ ആയതോടെ വോട്ട് ചോരി രാഹുലിന്റെയും കോൺഗ്രസിന്റെയും മാത്രം ആയുധമായി മാറി. യുവാക്കളെ ആകർഷിക്കാനുള്ള സമൂഹ മാധ്യമ ക്യാമ്പയിനും ഏശിയില്ല. സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യവും പരാജയത്തിന് വഴിവെച്ചു. ന്യൂസ് ഡെസ്ക് മാഗ്ന വിഷൻ.